ആത്മീയതയുടെ നിറവിൽ അനുഗ്രഹദായക നിമിഷം. ആത്മീയ വസന്തം. ആത്മീയ വസന്തം. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ആത്മീയ വസന്തത്തിന്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, ജെറമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ 23-ാം അധ്യായത്തിന്റെ 23 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു. കർത്താവ് ചോദിക്കുന്നു, സമീപസ്ഥനായിരിക്കുമ്പോൾ മാത്രമാണോ ഞാൻ നിങ്ങൾക്ക് ദൈവം? വിദൂരത്തിലായിരിക്കുമ്പോഴും ഞാൻ നിങ്ങൾക്ക് ദൈവമല്ലേ? എനിക്ക് കാണാൻ കഴിയാത്ത വിധം രഹസ്യ സങ്കേതങ്ങളിൽ ഒളിക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ? സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്നവനല്ലേ ഞാൻ? കർത്താവാണ് ഇത് ചോദിക്കുന്നത്. ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, ഒരു നിമിഷം ഈ വചനത്തെ പൂർണ്ണമായും ദൈവത്തിൽ നിന്നുള്ള ഒരു ഉൾക്കാഴ്ചയോടുകൂടി നമുക്കിതിനെ സ്വീകരിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അങ്ങയുടെ വചനത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും വിശദീകരിക്കണമേ. വചനത്തിന്റെ അത്ഭുത ശക്തിയാൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിലെ, ഞങ്ങളുടെ ജീവിതത്തിലെ പാപത്തിന്റെയും ശാപത്തിന്റെയും ബന്ധനങ്ങളുടെയും അവസ്ഥകളിൽ നിന്ന് വചനത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും കഴുകണമേ, വിശദീകരിക്കണമേ. പ്രിയമുള്ളവരെ, കർത്താവ് ചോദിക്കുന്നു, സമീപസ്ഥനായിരിക്കുമ്പോൾ മാത്രമാണോ ഞാൻ നിങ്ങൾക്ക് ദൈവം? വിദൂരത്തിലായിരിക്കുമ്പോഴും ഞാൻ നിങ്ങൾക്ക് ദൈവമല്ലേ? എനിക്ക് കാണാൻ കഴിയാത്ത വിധം രഹസ്യ സങ്കേതങ്ങളിൽ ഒളിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്നവനല്ലേ ഞാൻ? നമ്മുടെ കർത്താവിന്റെ വലിയൊരു ചോദ്യമാണിത്. കർത്താവ് ചോദിക്കുന്ന ചോദ്യത്തിന് വ്യക്തമായ ഒരു മറുപടി നമുക്ക് കൊടുക്കാൻ കഴിയുമോ എന്നതാണ് നാം ഒന്ന് പരിശോധിക്കേണ്ടത്. എല്ലാം അറിയുന്ന, എല്ലാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന, എവിടെയും തന്റെ സാന്നിധ്യത്തിന്റെ നിറവ് നൽകിക്കൊണ്ടിരിക്കുന്ന ആ ദൈവത്തെ മറച്ച്, ആ ദൈവത്തെ മറന്ന് നമുക്ക് ജീവിക്കാനാവുമോ എന്നതാണ് ഈ ചോദ്യത്തിന്റെ പ്രസക്തമായ ഒരു ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. കർത്താവ് ചോദിക്കുന്ന വചനത്തിന്റെ പ്രസക്തി നാം മനസ്സിലാക്കുക. എനിക്ക് കാണാൻ കഴിയാത്ത വിധം രഹസ്യ സങ്കേതങ്ങളിൽ ഒളിക്കാൻ നിങ്ങളിൽ ആർക്കാണ് കഴിയുക? നമുക്ക് തീർച്ചയായും ഒരു ഉത്തരമുണ്ട്. നമുക്കാർക്കും സാധ്യമല്ല എന്നത് നാം മനസ്സിലാക്കുക. ഇതിനൊരു ഉദാഹരണമായി നമ്മുടെ ഭാരതത്തിലെ ഗുരുജിമാരുടെ കഥകളുണ്ട്. അതിലൊരു കഥ ഇപ്രകാരം നാം വായിക്കുന്നുണ്ട്. ഒരിക്കല് ഒരു ഗുരുജിയുടെ അടുക്കല് 4 കുട്ടികൾ ഗുരുജിയുടെ പാഠങ്ങൾ കേൾക്കുവാൻ, ഗുരുജിയുടെ വാക്കുകൾ ശ്രവിക്കുവാൻ കടന്നു വന്നു. ഗുരുജി ദൈവത്തെക്കുറിച്ചുള്ള അറിവ് അവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ അവസാനത്തെ ആ മണിക്കൂറിൽ ഗുരുജി അവർക്ക് 4 പേരെയും വിളിച്ച് 4 പേർക്കും 4 മാമ്പഴം ഓരോരുത്തർക്കായി ഓരോരോ മാമ്പഴം വീതിച്ചു കൊടുത്തു. എന്നിട്ട് ഗുരുജി അവരോട് പറഞ്ഞു, ഈ മാമ്പഴം ആരും കാണാതെ നിങ്ങൾ ഭക്ഷിക്കുക, ആരും കാണാതെ ഭക്ഷിക്കുക. അതിലൊരു മിടുക്കൻ കുട്ടി അവൻ ഓടിച്ചെന്ന് ഗുരുജിയുടെ പുറകിലിരുന്ന് ആ മാമ്പഴം ഭക്ഷിച്ചു. രണ്ടാമൻ ഒരു മരത്തിന്റെ മറയത്ത് പോയിരുന്ന് ഭക്ഷിച്ചു. മറ്റൊരുവനും മാറി നിന്ന് ഭക്ഷിച്ചു. 4-ാമത്തെ കുട്ടി ഈ മാമ്പഴവുമായിട്ട് ആരും കാണാതെ ഭക്ഷിക്കുവാൻ അവൻ അലയുകയാണ്. അങ്ങനെ മണിക്കൂറുകൾ യാത്ര ചെയ്തു. അവന് ഈ മാമ്പഴം ഭക്ഷിക്കാൻ സാധിക്കുന്നില്ല. അവസാനം നേരം ഒത്തിരി വൈകി. ഈ ബാലനെ കാണുന്നില്ല. ഗുരുജി ഈ ബാലനെയും അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഈ ബാലൻ ഒരു മരത്തിന്റെ ചുവട്ടില് തളർന്ന് ഉറങ്ങുകയാണ്. ഗുരുജി അവനെ വിളിച്ചു. ഗുരു ചോദിച്ചു, നിനക്കെന്ത് പറ്റി? നീ എന്താണ് ഇവിടെ കിടന്നുറങ്ങുന്നത്? അവൻ ഗുരുജിയോട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് വിശന്നിട്ട് സഹിക്കാൻ വയ്യ, ഞാൻ ആ വിശപ്പ് കൊണ്ട് തളർന്നു പോയതാണ്. അപ്പോൾ ഗുരുജി ചോദിച്ചു, നിന്റെ കയ്യിൽ മനോഹരമായ ഒരു മാമ്പഴം ഇരിക്കുമ്പോൾ നിനക്കത് ഭക്ഷിച്ചുകൂടെ? നിന്റെ വിശപ്പകറ്റാൻ ഈ മാമ്പഴം നിനക്ക് ഭക്ഷിച്ചുകൂടെ? ഉടനെ ഗുരുജിയോട് ഇവൻ പറഞ്ഞു, അങ്ങല്ലേ പറഞ്ഞത് ആരും കാണാതെ ഈ മാമ്പഴം അങ്ങ് എന്നോട് ഭക്ഷിക്കണമെന്ന്? ആരും കാണാതെ ഈ മാമ്പഴം ഭക്ഷിക്കണമെന്ന് അങ്ങല്ലേ എന്നോട് പറഞ്ഞത്? ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തെ മറന്ന് ഞാൻ എങ്ങനെയാണിത് ഭക്ഷിച്ച് തീർക്കുക? ഗുരുജി പറഞ്ഞു,
നീ യഥാർത്ഥത്തിലുള്ള അറിവ് സ്വന്തമാക്കിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തെ കണ്ടുമുട്ടുന്നുണ്ട്, നാം ദൈവത്തെ അറിയുന്നുണ്ട്, നാം ദൈവത്തെ മനസ്സിലാക്കുന്നുണ്ട്. എങ്കിൽ പോലും നാം ദൈവത്തിൽ നിന്ന് അകന്ന് പല വിധത്തിലുള്ള തെറ്റുകൾ നാം ചെയ്യുമ്പോഴും ദൈവത്തിൽ നിന്നകന്ന് നാം ജീവിക്കുമ്പോഴുമൊക്കെ ഒരു കാര്യം വ്യക്തമായിട്ട് നാം മനസ്സിലാക്കിയിരിക്കുക: ദൈവം എല്ലാം അറിയുന്നു, എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു, എല്ലാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതുതന്നെയാണ് ഇന്നത്തെ ഈ ചോദ്യത്തിന്റെ പ്രസക്തിയും. എനിക്ക് കാണാൻ കഴിയാത്ത വിധം രഹസ്യ സങ്കേതങ്ങളിൽ ഒളിക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും കഴിയുമോ? നമ്മെക്കുറിച്ച് മനസ്സിലാക്കുന്ന, നമ്മെക്കുറിച്ച് വ്യക്തതയോടെ തിരിച്ചറിയുന്ന ആ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് നമുക്കൊരിക്കലും അകന്നു നിൽക്കാൻ കഴിയില്ല. കർത്താവ് ചോദിക്കുന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടിയുമായി നമുക്ക് കടന്നു ചെല്ലാൻ കഴിയണം. പ്രിയമുള്ളവരെ, നാം ഒന്ന് മനസ്സിലാക്കുക, നമ്മുടെ ജീവിത രഹസ്യങ്ങൾ മുഴുവനും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പക്കൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് മാറി നടക്കാൻ കഴിയുക? നമ്മുടെ ജീവിതത്തിന്റെ എവിടെയാണ് നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെന്നും പ്രതിസന്ധികളെന്നും നമ്മുടെ രോഗങ്ങളെന്നും നമ്മുടെ അസ്വസ്ഥതകളെന്നും വ്യക്തതയോടെ മനസ്സിലാക്കുന്ന ദൈവം, ആ ദൈവം തന്നെ നമ്മോട് പറയുന്നുണ്ട്. ജ്ഞാനത്തിന്റെ പുസ്തകത്തില് 1-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങളില്, ജ്ഞാനം ലോകത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് പോലെ ദൈവത്തിന്റെ ആത്മാവ് ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നു. മനുഷ്യന്റെ എല്ലാ ചിന്തകളും എല്ലാ പ്രവൃത്തികളും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ദൈവം, ആ ദൈവത്തിന്റെ കണ്ണു വെട്ടിച്ച് അല്ലെങ്കിൽ ആ ദൈവത്തെ മറന്ന് നമുക്ക് ജീവിക്കാൻ കഴിയില്ല എന്നത് വളരെ ശ്രദ്ധേയമാണ്. നമുക്ക് നമ്മുടെ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാൻ, നമ്മുടെ ദൈവം എല്ലാം അറിയുന്ന ദൈവമാണെന്നും ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നാം മടങ്ങി വരുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കുമെന്നും നമ്മെ വഴി നടത്തുമെന്നുമുള്ള വ്യക്തമായ ബോധ്യം നമുക്കുണ്ടാകണം. പ്രിയമുള്ളവരെ, നമുക്ക് കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ പൂർണ്ണമായി സമർപ്പിച്ച് നാം ആയിരിക്കുന്ന അവസ്ഥകളെ വിട്ടുകൊടുത്ത് ദൈവത്തിന് പ്രവർത്തിക്കാൻ തക്ക വിധത്തിൽ നാം ഒന്ന് നമ്മെ തന്നെ സമർപ്പിക്കുമ്പോഴാണ് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പോലും ഇടപെടാൻ കഴിയുക. നാം ഒരു സംഭവം ബൈബിളിൽ വായിക്കുന്നുണ്ട്. വിശുദ്ധ മർക്കോസിന് സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 34 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്ന വളരെ ശ്രദ്ധേയമായ ഒരു വചനഭാഗമുണ്ട്. യേശുവും ശിഷ്യന്മാരും ഒരുമിച്ചുള്ള ഒരു കടൽ യാത്ര. ആ കടലിലൂടെ യേശുവും ശിഷ്യന്മാരും ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. യേശു ശിഷ്യന്മാരുടെ കൂടെയുണ്ട്. യേശു ആകട്ടെ ആ വഞ്ചിയിൽ അമരത്ത് തലയണ വെച്ച് കിടന്നുറങ്ങുന്നു. ശിഷ്യന്മാരെ വഞ്ചി തുഴഞ്ഞുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഈ വഞ്ചിയിൽ വെള്ളം കയറത്തക്ക വിധത്തിൽ വലിയൊരു കൊടുങ്കാറ്റ് ഈ കടലിൽ വീശുകയാണ്. കൊടുങ്കാറ്റ് ആഞ്ഞു വീശാൻ തുടങ്ങിയപ്പോഴേക്കും തിരമാലകളൊക്കെ ആർത്തിരമ്പാൻ തുടങ്ങി. തിരമാലകൾ ആർത്തിരമ്പി വഞ്ചിയിൽ വെള്ളം കയറാൻ തുടങ്ങി. ഈ സമയത്ത് ശിഷ്യന്മാരൊക്കെ ഭയന്ന് നിലവിളിക്കുകയാണ്. ഭയന്ന് നിലവിളിച്ചുകൊണ്ട് അവരെ യേശുവിന്റെ പക്കലേക്ക് കടന്നു ചെല്ലുന്നുണ്ട്. യേശുവിനോട് പറഞ്ഞു, ഗുരു, ഞങ്ങൾ നശിക്കുന്നു, നീ ഇത് ഗവനിക്കുന്നില്ലേ? ഗുരു, ഞങ്ങൾ നശിക്കുന്നു, നീ ഇത് ഗവനിക്കുന്നില്ലേ എന്ന് പറയുമ്പോൾ യേശു എഴുന്നേറ്റിട്ട് ചെയ്യുന്നൊരു പ്രവൃത്തിയുണ്ട്. നാം ആ വചനഭാഗത്തെ ഒന്ന് ശ്രദ്ധിക്കുക. യേശു എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിന് വലിയ ശാന്തതയുണ്ടായി. യേശു എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിന് വലിയ ശാന്തതയുണ്ടായി. പ്രിയമുള്ളവരെ, നാം ഈ വചനഭാഗം ഒന്ന് മനസ്സിലാക്കി നമ്മുടെ ഹൃദയത്തിലേക്ക് ഒന്ന് സൂക്ഷിച്ചു വെക്കുക. എന്നിട്ട് ആ വചനത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രത്യേകമായ ഒരു അനുഗ്രഹത്തെ നമ്മളൊന്ന് നേരിട്ട് കാണുക. യേശു എഴുന്നേറ്റിട്ട് ചെയ്തൊരു ആദ്യത്തെ പ്രവൃത്തി എന്ത്? അവൻ എഴുന്നേറ്റ് കടല് ഇളകിമറിയാൻ കാരണമായ മൂലകാരണത്തെ യേശു കണ്ടെത്തി. മൂലകാരണം കാറ്റായിരുന്നു. ആ കാറ്റിനെ ശാസിക്കുന്നതോടുകൂടി കടലിന് ശാന്തതയുണ്ടാവുകയാണ്. ഇതുതന്നെയാണ് നമ്മുടെ ജീവിതാവസ്ഥയും. നമ്മുടെ ജീവിതത്തില് ഏതോ ഒരു മൂലകാരണം അനുഗ്രഹത്തിന് തടസ്സമായി നിൽപ്പുണ്ട്. ഏതോ ഒരു പ്രശ്നത്തിന് തടസ്സമായി നിൽക്കുന്നുണ്ട്. ഏതോ ഒരു ദുരന്തത്തിന്, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രശ്നങ്ങൾക്ക്, പ്രതിസന്ധികൾക്ക് കാരണമായ ഒരു മൂലകാരണമുണ്ട്. ഈ മൂലകാരണം കണ്ടെത്തുവാനുള്ള ഒരു മുന്നറിയിപ്പ് ഈ വചനഭാഗത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട് ആ മൂലകാരണത്തെ കർത്താവ് തന്നെ ശാസിക്കുമ്പോഴാണ്, കർത്താവ് തന്നെ മൂലകാരണത്തെ എടുത്തു മാറ്റുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുക. നമ്മുടെ ജീവിതം പോലും ശാന്തതയിലൂടെ, സമാധാനത്തിലൂടെ, സന്തോഷത്തിലൂടെ മുന്നോട്ട് പോകുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയുക. പ്രിയമുള്ളവരെ, നാം ഈ കാര്യമൊന്ന് വ്യക്തമായിട്ട് ചിന്തിച്ച് ധ്യാനിച്ച് കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ ഒന്ന് വിട്ടുകൊടുത്തിട്ട് ഒന്ന് പ്രാർത്ഥിക്കുവാൻ, ദൈവമേ,
എന്റെ ജീവിത പ്രതിസന്ധികൾ, എന്റെ രോഗങ്ങൾ, എന്റെ തകർച്ചകൾ എല്ലാം നീ കൃത്യതയോടെ അറിയുന്നവനാണ്. എന്റെ എല്ലാ പ്രശ്നങ്ങളും അങ്ങ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സംഭവിക്കുന്നത് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. അതുകൊണ്ടാണ് ജോബിന്റെ പുസ്തകത്തിലെ 5-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, ഇപ്രകാരം വചനം പറയുന്നുണ്ട്: ദൈവം ശാസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ദൈവത്തിന്റെ ശാസനത്തെ അവഗണിക്കരുത്. അവിടുന്ന് നിന്നെ പ്രഹരിക്കും, എന്നാൽ അവിടത്തെ കരം നിന്നെ സുഖപ്പെടുത്തും. അവിടെ നിന്റെ കഷ്ടതകളിലൂടെ കൊണ്ടുപോകും, എന്നാൽ 7ാമതൊരു കഷ്ടത നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ദൈവം അനുവദിക്കില്ല. പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം, നമ്മൾ പ്രതിസന്ധികൾ മാറുവാൻ, രോഗങ്ങൾ മാറുവാൻ, അസ്വസ്ഥതകൾ മാറുവാൻ, സമാധാനം ലഭിക്കുവാൻ നമ്മൾ പല മേഖലകളിലേക്ക് സഞ്ചരിക്കുന്നവരാണ്. എവിടെയാണ് എനിക്കിതിൽ സമാധാനം കിട്ടുക? എവിടെയാണ് എനിക്ക് സന്തോഷം കിട്ടുക? എവിടെയാണ് എന്റെ രോഗം മാറുക? എവിടെയാണ് എന്റെ പ്രശ്നത്തിന് പരിഹാരം കിട്ടുക? ഇങ്ങനെയുള്ള മേഖലകൾ അന്വേഷിച്ച് നമ്മൾ കറങ്ങി നടക്കുമ്പോൾ, അല്ലെങ്കിൽ ആ അന്വേഷണത്തിലൂടെ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത്, പ്രത്യേകിച്ച് യേശുവിലേക്ക് നമ്മൾ മടങ്ങി വരുമ്പോൾ, യേശുവിലേക്ക് നാം തിരിച്ചെത്തുമ്പോഴേക്കും യേശു ഒരു കാര്യം നമ്മോട് പറയും: നിന്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾക്ക് കാരണമായ കാറ്റിനെ ശാസിക്കുക. നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് കാരണമായ ഈ മൂലകാരണത്തെ നീ കണ്ടെത്തുക. യേശു നമ്മുടെ ജീവിതത്തിൽ ഇടപെടണമെങ്കിൽ ആ മൂലകാരണം എന്തെന്ന് അന്വേഷിക്കുവാനുള്ള ഒരു കടപ്പാട് കൂടി നമുക്കുണ്ട്. ആ മൂലകാരണം അന്വേഷിച്ച ഒരു യാത്ര നാം പുറപ്പെടുമ്പോഴാണ് യേശു നമ്മുടെ ജീവിതത്തിൽ ഇടപെടുക. നാവിൽ എന്നീശോതൻ നാമം, കാതിൽ എന്നീശോതൻ നാദം, കണ്ണിൽ ഈശോതൻ രൂപം, നെഞ്ചിൽ ഈശോതൻ സ്നേഹം, മനസ്സു നിറയെ നന്ദി മാത്രം. നാവിൽ എന്നീശോതൻ നാമം, കാതിൽ എന്നീശോതൻ നാദം, കണ്ണിൽ ഈശോതൻ രൂപം, നെഞ്ചിൽ ഈശോതൻ സ്നേഹം, മനസ്സു നിറയെ നന്ദി മാത്രം. നാവിൽ എന്നീശോതൻ നാമം. നീയൻ അരികിൽ വന്നു, ഉള്ളം തരളിതമായി, കാതിൽ തിരുമൊഴി കേട്ടു, നീയൻ പൈതലല്ലേ, ആണിപ്പഴുതുള്ള കൈകളാൽ എന്നെ മാറോടു ചേർത്തണച്ചു. നാവിൽ എന്നീശോതൻ നാമം, കാതിൽ എന്നീശോതൻ നാദം,
മഹിയും മഹിതാശകളും എന്നെ പുൽകിടുമ്പോൾ എന്നും നിൻഹിതമറിയാൻ ഹൃദയം പ്രാപ്തമാക്കൂ. എൻഹിതമല്ല തിരുഹിതമെന്നിൽ എന്നെന്നും നിറവേറണം. നാവിൽ എന്നീശോതൻ നാമം, കാതിൽ എന്നീശോതൻ നാദം, കണ്ണിൽ ഈശോതൻ രൂപം, നെഞ്ചിൽ ഈശോതൻ സ്നേഹം, മനസ്സു നിറയെ നന്ദി മാത്രം. കർത്താവ് പറഞ്ഞതുപോലെ നമ്മുടെ മൂലകാരണം, നമ്മുടെ ജീവിതത്തിലെ ദുരന്തങ്ങളുടെ, പ്രശ്നങ്ങളുടെ, തകർച്ചകളുടെ മൂലകാരണം കണ്ടെത്തുവാൻ നാം ഒന്ന് പരിശ്രമിക്കുക. ഇന്ന് കർത്താവിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നാം ഓരോരുത്തരും നമ്മുടെ ജീവിത പ്രതിസന്ധികൾക്ക് കാരണമായ മൂലകാരണത്തെ ഒന്ന് അന്വേഷിക്കുവാൻ, ആ മൂലകാരണം എന്തെന്ന് കണ്ടെത്തി ഒരു തിരിച്ചുവരവിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് നാം ഒന്ന് പരിശ്രമിക്കുക. അങ്ങനെ ആ മൂലകാരണം കണ്ടെത്തി കഴിയുമ്പോൾ അതിനെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുവാൻ നാം തയ്യാറാകണം. ചിലപ്പോൾ ചില പാപത്തിന്റെ അടിമത്തമാകാം, ചില പാപത്തിന്റെ ബന്ധനങ്ങളാകാം, അല്ലെങ്കിൽ ചില പ്രശ്നങ്ങളിൽ അകപ്പെട്ട് കിടക്കുന്ന ഏതെങ്കിലും ദുരന്താവസ്ഥയാകാം. അപ്പോൾ എവിടെയാണ് നമുക്ക് ഈ തകർച്ചകളുടെ കാരണമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പ്രശ്നങ്ങളെന്ന് നാം കണ്ടെത്തുക. പലപ്പോഴും നമ്മൾ രോഗങ്ങൾ മാറുവാൻ, അസ്വസ്ഥകൾ മാറുവാനൊക്കെ നാം ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അസ്വസ്ഥകൾ മാറ്റിത്തരണമേ, എന്റെ ജീവിതത്തിൽ ഇടപെടണമേ, എന്റെ പ്രശ്നങ്ങൾക്ക് മറുപടി നൽകണമേ എന്നൊക്കെ ആത്മാർത്ഥമായിട്ട് നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് കൃത്യമായിട്ട് ഉത്തരം നൽകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിനൊരു മാറ്റം വേണം. നമ്മുടെ ജീവിതത്തിനൊരു മാറ്റം വന്നേ പറ്റൂ. ഒരു മാറ്റത്തിലൂടെ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു മാറ്റത്തിലൂടെ ദൈവത്തിന് ഇടപെടാനുള്ള ഒരു അവസരം കൊടുക്കുകയാണ് നാം ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ നാം വരുത്തുന്നൊരു മാറ്റം അത് ദൈവോന്മുഖമായ ഒരു മാറ്റമാണ്, ദൈവത്തിന്റെ പക്കലേക്കുള്ള ഒരു യാത്രയാണ്. അങ്ങനെ ദൈവത്തോടൊപ്പം നമ്മൾ സഞ്ചരിക്കാൻ തുടങ്ങുന്നത് വഴി നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കുകയാണ്. അപ്പൊ നമുക്ക് കടൽക്ഷോഭമുണ്ടായാലും പ്രശ്നങ്ങളുണ്ടായാലും അതിനതിജീവിക്കുവാനുള്ള കരുത്തും കൃപയും നമ്മുടെ ദൈവം നമുക്ക് തന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് നാം ഈ വചനഭാഗത്തെ ഒന്ന് ആത്മാർത്ഥമായിട്ട് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് ഒന്ന് ധ്യാനിക്കുവാൻ പരിശ്രമിക്കുക. കർത്താവ് ചോദിക്കുന്ന ചോദ്യത്തിന്റെ പ്രസക്തി നാം മനസ്സിലാക്കുക. സമീപത്ത് ആയിരിക്കുമ്പോൾ മാത്രമാണോ ഞാൻ നിങ്ങൾക്ക് ദൈവം? വിദൂരത്തിലായിരിക്കുമ്പോഴും ഞാൻ നിങ്ങൾക്ക് ദൈവമല്ലേ? സമീപത്തായിരിക്കുമ്പോൾ മാത്രം. നമ്മളെപ്പോഴും ഒരു കൺവെൻഷനിൽ പങ്കെടുത്തു, ഒരു ധ്യാനത്തിൽ സംബന്ധിച്ചു, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുവാനായി ഒരു പള്ളിയിലേക്ക് പോയി ഒരു പരിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചു. അങ്ങനെയൊക്കെ നമ്മൾ പള്ളിയിലിരിക്കുമ്പോഴും ധ്യാന കേന്ദ്രത്തിലിരിക്കുമ്പോഴും കൺവെൻഷൻ സെന്ററിൽ ഇരിക്കുമ്പോഴും ഒക്കെ മാത്രമാണോ ദൈവം നമുക്ക് സമീപത്ത് ഉള്ളത്? അല്ലല്ലോ. എപ്പോഴും ദൈവം നമ്മുടെ സമീപത്തുണ്ട്. ആ ഒരു സത്യമാണ് നാം തിരിച്ചറിയേണ്ടത്. അവിടെ നിന്ന് എപ്പോഴും നമ്മുടെ അരികിലുണ്ട്. ആ ഒരു ബോധ്യമാണ് നമുക്കുണ്ടാകേണ്ടത്. അല്ലെങ്കിൽ ഒരു കൺവെൻഷൻ സെന്ററിൽ ചെല്ലുമ്പോൾ അവിടെ കിട്ടുന്ന ഒരു ദൈവാനുഭവം പിന്നീട് നാം പുറത്തേക്കിറങ്ങും, വിദൂരത്തിലേക്ക് പോകുമ്പോൾ എന്തുകൊണ്ട് നഷ്ടപ്പെടുന്നു? ഈ ഒരു അവബോധം നമുക്ക് ഇല്ലാതായി തീരുന്നു. പ്രിയമുള്ളവരെ, നാം എവിടെ സഞ്ചരിക്കുമ്പോഴും എവിടെയായിരിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ സകല ചുറ്റുപാടുകളിലും ഈ ദൈവ സാന്നിധ്യത്തിന്റെ നിറവ് നമുക്ക് ഉണ്ടാകുവാൻ തക്ക വിധത്തിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തുക. ആ ബാലൻ കയ്യിലിരുന്ന മാമ്പഴം കഴിക്കാതെ അവൻ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തെ അവൻ ഉള്ളാലെ അറിഞ്ഞതുകൊണ്ട് ആ കുട്ടിയുടെ കയ്യിലുള്ള മാമ്പഴം പോലും അവന് കഴിക്കുവാനുള്ള താല്പര്യം അവൻ ലഭിച്ചില്ല. കാരണം എന്താണ്? അവൻ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, അറിവ് അത് അവന്റെ ഉള്ളില് ഇങ്ങനെ ത്രസിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് അവനത് കഴിക്കാൻ തോന്നിയില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിലേക്ക് നാം ഒന്ന് മടങ്ങിയെത്തുമ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ദൈവമേ, എന്റെ ജീവിതത്തില് നീ ഇടപെടുന്ന സാന്നിധ്യം, നിന്റെ ആ സാന്നിധ്യ അനുഭവം അതെനിക്ക് എപ്പോഴും അനുഭവിക്കാൻ കഴിയുന്നില്ലല്ലോ. ആ ഒരു അറിവ് നമുക്കുണ്ടെങ്കിൽ ദൈവത്തെ എപ്പോഴും കണ്ടുമുട്ടുവാനും എപ്പോഴും അനുഭവിക്കുവാനും സാധിക്കുന്ന വിധത്തിലുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ നാം ഒരിക്കലും പാപം ചെയ്യില്ല.
പാപത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കില്ല. അപ്പോൾ പാപത്തിന്റെ വഴികളിലൂടെ നാം സഞ്ചരിക്കാതിരിക്കുമ്പോഴേക്കും ദുരന്തങ്ങളോ പ്രശ്നങ്ങളോ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല. അഥവാ ദുരന്തങ്ങളും പ്രശ്നങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ പോലും അതിനെ അതിജീവിക്കുവാനുള്ള കരുത്ത് പോലും നമുക്ക് ദൈവം തന്നിരിക്കും. അതാണ് ദൈവം പറയുക, നിന്റെ കഷ്ടതയിൽ ഞാൻ നിന്നോടൊപ്പമുണ്ട്, നിന്റെ രോഗങ്ങളിൽ ഞാൻ നിന്നോടൊപ്പമുണ്ട്, നിന്റെ പ്രശ്നങ്ങളിൽ ഞാൻ നിന്നോടൊപ്പമുണ്ട്. എവിടെയും നമുക്ക് വിജയം നൽകുവാൻ, എവിടെയും നമുക്ക് കരുത്ത് പകരുവാൻ, എവിടെയും തന്റെ സാന്നിധ്യത്തിന്റെ നിറവ് നൽകി നമ്മെ ശക്തിപ്പെടുത്തുവാൻ നമ്മുടെ ദൈവം നമ്മോടൊപ്പമുണ്ടെന്നുള്ള ആ ബോധ്യത്തിന്റെ തിരിച്ചറിവിലൂടെ ആകണം നമ്മൾ മുന്നോട്ട് കടന്നു പോകേണ്ടത്. അപ്പോൾ ഒരു പള്ളിയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ മാത്രമല്ല, വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മാത്രമല്ല ദൈവം നമ്മുടെ സമീപത്തുള്ളത്, വിദൂരത്തിലായിരിക്കുമ്പോഴും. അതായത് നിന്റെ ജീവിത ചുറ്റുപാടുകളിൽ മുഴുവനും ദൈവം നിന്റോടൊപ്പമുണ്ടെന്നുള്ള ആ ബോധ്യം, ജീവിത ചുറ്റുപാടുകളിൽ മുഴുവനും നിന്നെ നയിക്കുന്നത് ദൈവമാണെന്നുള്ള ആ ഒരു ബോധ്യം, ഈ ഒരു ബോധ്യത്തിൽ വേണം നാം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ജീവിതത്തെ നയിച്ചു മുന്നോട്ട് കടന്നു വരുമ്പോൾ പ്രിയമുള്ളവരെ, നിങ്ങൾ ആ നിമിഷം ദൈവത്തോട് ചോദിക്കുന്നതൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ ദൈവം നടത്തിത്തരും. ദൈവത്തിന് നടത്തി തരാതിരിക്കാനാവില്ല, അവൻ നടത്തി തരിക തന്നെ ചെയ്യും. നിന്റെ ജീവിത പ്രശ്നങ്ങൾ എന്തു തന്നെയായാലും അതിനുത്തരം നൽകാൻ ദൈവം നിന്റെ സമീപത്ത് തന്നെ ഉണ്ടായിരിക്കും. ഈ സത്യം നീ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് കർത്താവ് ചോദിക്കുക, എനിക്ക് കാണാൻ കഴിയാത്ത വിധം രഹസ്യ സങ്കേതങ്ങളിൽ ആർക്കാണ് ഒളിച്ചിരിക്കാൻ കഴിയുക? സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്നവനാണ് ഞാൻ. സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, സ്വർഗത്തിലുള്ള സാന്നിധ്യം ഭൂമിയിലും നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന അവസരങ്ങൾ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നമ്മെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുവാനും, ദൈവമേ എന്റെ ജീവിത പ്രതിസന്ധികളിൽ, എന്റെ പ്രശ്നങ്ങളിൽ നീ ഇടപെടണമേ എന്നുള്ള വ്യക്തമായ പ്രാർത്ഥനയോടുകൂടി ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും നമുക്ക് കഴിയട്ടെ. അതിനു വേണ്ടിയിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ എന്തെന്ന് കണ്ട് ദൈവം, നാം പ്രാർത്ഥിച്ചില്ലെങ്കിൽ പോലും ദൈവം ഇടപെട്ട് ആ പ്രതിസന്ധികളെ, ആ മൂലകാരണത്തെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിമറിക്കും. അതുകൊണ്ട് നിങ്ങളിങ്ങനെ എപ്പോഴും ഓടി നടന്ന്, എപ്പോഴും ഇങ്ങനെ പരക്കം പാഞ്ഞ് സൗഖ്യത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി, അല്ലെങ്കിൽ സമാധാനത്തിന് വേണ്ടി ഓടി നടക്കുമ്പോൾ ഒരു കാര്യം കൂടി ഒന്ന് മനസ്സിരുത്തി ചിന്തിക്കുക, ദൈവമേ എന്റെ ജീവിതത്തിൽ പ്രതിസന്ധി കണ്ടെത്തുവാൻ, എന്റെ ജീവിതത്തിൽ പ്രതിസന്ധിക്ക് കാരണമായ ആ മൂലകാരണത്തെ കണ്ടെത്തുവാൻ, അല്ലെങ്കിൽ ആ മൂലപാപത്തെ കണ്ടെത്തുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. ആ മൂലപാപത്തെ കണ്ടെത്തി അതിനെ വിച്ഛേദിച്ച് കളയുവാൻ, അതിന് വേരോടുകൂടി പിഴുതെറിഞ്ഞ് കളയുവാനുള്ള കൃപ എനിക്ക് നൽകണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. എഫേസ്യ ലേഖനത്തിലെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ 4-ാം അധ്യായത്തിലെ 22 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ നിങ്ങൾ ദൂരെ എറിയുക. പകരം ദൈവത്തിന്റെ ചൈതന്യത്താൽ സൃഷ്ടിക്കപ്പെട്ട പുതിയൊരു മനുഷ്യനെ നിങ്ങൾ ധരിക്കുക. അതായത് പഴയതിനെ അതിന്റെ പൂർണ്ണമായ ചെയ്തികളോടുകൂടെ തന്നെ നിഷ്കാസനം ചെയ്യുവാൻ, പഴയതിനെ പൂർണ്ണമായി ഉപേക്ഷിക്കുവാൻ, പഴയതിനെ, നമ്മുടെ ജീവിതത്തിലെ പഴയ പാപ സാഹചര്യങ്ങളെ വീണ്ടും ഓർക്കുകയല്ല, അതിനെ പൂർണ്ണമായിട്ടും കളഞ്ഞ് ക്രിസ്തുവുമായി ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതത്തിന് വേണ്ടി നാം പരിശ്രമിക്കുമ്പോൾ പഴയതിനോട് പൂർണ്ണമായും വിട ചൊല്ലിയേ പറ്റൂ. പഴയ പാപങ്ങളെ നിങ്ങൾ ഒരിക്കലും ഓർക്കരുത്, താലോലിക്കരുത്. പഴയതിനെ നിങ്ങൾ ഉപേക്ഷിച്ചെങ്കിൽ അതിനെ പൂർണ്ണമായും ഉപേക്ഷിക്കുക. വിശുദ്ധ അഗസ്റ്റീനോസിന്റെ ജീവിതത്തിൽ നാം കാണുന്നത് പോലെ, വിശുദ്ധ അഗസ്റ്റീനോസ് കർത്താവിന്റെ വചനം എടുത്തു വായിക്കുക എന്നുള്ള ആ ശബ്ദം കേൾക്കുമ്പോൾ, വചനമെടുത്ത് വായിക്കുമ്പോൾ പകലിന് യോജിച്ച വിധം പെരുമാറുക എന്നുള്ള സന്ദേശം കിട്ടുമ്പോൾ, സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വീഴ്ചകളിലോ നീ അകപ്പെടരുന്നുള്ള സന്ദേശം ലഭിക്കുമ്പോൾ, ആ ദിവസം തന്നെ അഗസ്റ്റിന്റെ ജീവിതത്തിലെ ഒരു മാറ്റത്തിന് വേണ്ടി അഗസ്റ്റിൻ ആഗ്രഹിച്ചു. അടുത്ത ദിവസം അവൻ പള്ളിയിലേക്ക് യാത്രയാകുമ്പോൾ അവനോടൊപ്പം പാപം ചെയ്തിരുന്ന സ്ത്രീ അവനെ വീണ്ടും വിളിക്കുമ്പോൾ, പാപത്തിന് വേണ്ടി പ്രേരിപ്പിക്കുമ്പോൾ അവൻ പറഞ്ഞ വാക്യമുണ്ട്, ഇത് പഴയ അഗസ്റ്റിനല്ല, പുതിയ അഗസ്റ്റിനാണ്. അവൾ പറഞ്ഞു, ഇത് ഞാനാണെന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുമ്പോൾ അഗസ്റ്റിൻ പറഞ്ഞു, അത് നീയായിരിക്കാം, ഇത് പക്ഷേ ഞാനല്ല എന്ന് പറഞ്ഞു. പഴയ മനുഷ്യനെ ഞാൻ ഇന്നലെ തന്നെ ഉരിഞ്ഞു കളഞ്ഞു. ആ മഹാവിശുദ്ധനെ പോലെ നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിച്ചുകൊണ്ട് ആ വിശുദ്ധൻ നടന്നെടുത്തതുപോലെ നമുക്ക് നടന്നെടുക്കാം. ദൈവം ചോദിച്ചതുപോലെ, സമീപസ്ഥനായിരിക്കുമ്പോൾ മാത്രമാണോ ഞാൻ നിങ്ങൾക്ക് ദൈവം? വിദൂരത്തിലായിരിക്കുമ്പോഴും ഞാൻ നിങ്ങൾക്ക് ദൈവമല്ലേ? സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്ന ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിച്ചുകൊണ്ട് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. അവിടുന്ന് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും ഏറ്റെടുക്കുകയും നമ്മുടെ ജീവിത പ്രതിസന്ധികളിൽ നമ്മെ ഉപേക്ഷിക്കാതെ നമ്മോട് കാരുണ്യം കാണിക്കുകയും നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് കാരണമായ മൂലകാരണത്തെ കണ്ടെത്തുകയും അതിനെ എടുത്തുമാറ്റി നമ്മെ വീണ്ടും അനുഗ്രഹിക്കുകയും കരുണ കൊണ്ട് നമ്മെ പൊതിയുകയും ചെയ്യുന്ന ആ ദൈവസ്നേഹത്തിന്റെ പക്കല് നമ്മെ തന്നെ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, ആത്മീയ വസന്തം പ്രോഗ്രാമില് നാം ഇപ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായ മാധ്യസ്ഥം അപേക്ഷിക്കുന്ന നിമിഷമാണിത്. നാം ഇന്ന് വചനത്തിലൂടെ കേട്ടതുപോലെ സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്ന ആ ദൈവത്തിന്റെ മുമ്പിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ നാം ഇന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്കൊക്കെ ഏതൊരു മൂലകാരണമുണ്ടെങ്കിൽ, ആ പ്രാർത്ഥനകൾക്ക് തടസ്സം നിൽക്കുന്ന മൂലകാരണമുണ്ടെങ്കിൽ, അനുഗ്രഹത്തിലേക്കുള്ള തടസ്സമായി നിൽക്കുന്ന മൂലകാരണമുണ്ടെങ്കിൽ, ആ മൂലകാരണം പോലും എടുത്തു മാറ്റപ്പെടുവാൻ നമുക്കിന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും നമുക്കൊരുമിച്ച് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. എരമല്ലൂരിൽ നിന്നും ബേബിയുടെ മകൻ ഷിബുവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ടെൽമ ഫോർട്ട് കൊച്ചി ഭർത്താവിന്റെ അസുഖം മാറുന്നതിന് വേണ്ടി പ്രത്യേക പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നു. ആ മകന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഷിബു ആലങ്ങാട് സമാധാനം ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. രാധ ആലുവയിലുള്ള വീട് സംബന്ധിച്ച പ്രശ്നങ്ങൾ മാറുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആ പ്രശ്നങ്ങൾക്ക് വിട്ടുപോകുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ജിഷ ചെറികടവ് അസുഖം സുഖമാക്കപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഏത് രോഗമാണെങ്കിലും ആ രോഗം വിട്ടുപോകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഷൈനി ഫോർട്ട് കൊച്ചി ജോലി തടസ്സം മാറുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ നോർബർട്ട് എഴുപുന്ന ഡിസ്കിനുള്ള തേയ്മാനം പൂർണ്ണമായും വിട്ടുപോകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എബി എടവനക്കാട് കുടുംബ സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഡെയ്സി ചേർത്തല തന്റെയും ഭർത്താവിന്റെയും അസുഖം പൂർണ്ണമായി വിട്ടുപോകുന്നതിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം. പാരിജ ബിനു ആലുവയിൽ നിന്ന് സമാധാനപൂർണമായ ഒരു കുടുംബജീവിതത്തിന് വേണ്ടി പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രാജേശ്വരി എറണാകുളത്ത് നിന്ന് അസുഖങ്ങൾ മാറുന്നതിന് വേണ്ടി പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നു. ഷൈമ ഷാജി പെരുമ്പടപ്പിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. മകളുടെ രോഗം മാറുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ബിന്നി കണ്ണമാലി ആക്സിഡന്റ് മൂലം സംസാരശേഷി നഷ്ടപ്പെട്ടിരിക്കുന്ന ആ മകന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സംസാരശേഷി തിരികെ ലഭിക്കുവാനുള്ള കൃപയുണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. കുമ്പളങ്ങളിൽ നിന്ന് ത്രേസ്യ ശാരീരികമായ വേദന മാറിക്കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നു. ശശികല കൂനമ്മാവ് ഭർത്താവ് സോമന് വേണ്ടി പ്രത്യേക പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നു. നാൻസി ഫോർട്ട് കൊച്ചിയിൽ നിന്ന് മകൻ ബെന്നിയുടെ ജോലി സംബന്ധമായ എല്ലാ മേഖലകളിലും സമാധാനം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ജെൻസി പെരുമ്പടപ്പിൽ നിന്ന് മകൻ അഖിലിന്റെ പാസ്പോർട്ട് ശരിയാവുന്നതിനും കടബാധ്യത മാറുന്നതിനും വേണ്ടി പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മോട് പ്രത്യേക പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ജസീന്ത അരൂരിൽ നിന്ന് ജോലി തടസ്സം മാറുവാൻ വേണ്ടി പ്രത്യേക പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നു. റംല ഫോർട്ട് കൊച്ചി നിന്ന് മകൻ ഷാഫിക്ക് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ജോസഫ് മൂലംകുഴി അമ്മയുടെ അസുഖം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. എൽസി ജോൺ വരാപ്പുഴയിൽ നിന്ന് മകളുടെ ജോലി തടസ്സം മാറുവാൻ വേണ്ടി പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നു. സുധാ പറവൂർ മകന്റെ ജോലി തടസ്സം മാറുവാനും മരുമകൻ രവിക്ക് വേണ്ടിയും പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നു. മേരി വരാപ്പുഴ ചേട്ടന്റെ ക്യാൻസർ രോഗം സുഖമാക്കപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നു. ആനി ജോൺസൺ കണ്ടക്കടവ് മകന്റെ വിവാഹ തടസ്സം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ജാൻസി പറവൂരിൽ നിന്ന് ബെന്നിയുടെയും ഷെർലിയുടെയും നല്ല കുടുംബജീവിതത്തിനു വേണ്ടി പ്രത്യേക പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നു. സൈമൺ ഫോർട്ട് കൊച്ചി പ്രത്യേക നിയോഗങ്ങൾക്കായിട്ട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നു. റോസി നസ്രത്ത് നിന്ന് മകന്റെ ഗൾഫിലെ ജോലി തടസ്സങ്ങൾ വിട്ടുപോകുവാൻ വേണ്ടി, അതുപോലെ തന്നെ ഭവനം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നു. ബിൻസി ആക്സിഡന്റിൽ പരിക്കേറ്റിരിക്കുന്ന ഭർത്താവ് ബിബിന് വേണ്ടി പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നു. ഫിലിപ്പ് പെരുമ്പടപ്പിൽ നിന്ന് 26 വർഷമായി ജോലി ചെയ്യുന്നു. ആ ജോലി സ്ഥിരപ്പെടുന്നതിന് വേണ്ടി പ്രത്യേക പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നു. ഭർത്താവ് ജോയ്ക്ക് വേണ്ടി, മകൻ ജാക്സന് വേണ്ടിയും റോസി പ്രത്യേക പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നു.
രേവമ്മ കുമ്പളങ്ങളിൽ നിന്ന് ഭർത്താവിന്റെ അസുഖങ്ങൾ മാറുന്നതിന് വേണ്ടി പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നു. പള്ളുരുത്തിൽ നിന്ന് സിനി ഭർത്താവിന്റെ ജോലി തടസ്സം മാറുവാൻ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നു. മിൽസി കുടുത്തനശ്ശേരി സഹോദരൻ ജോസഫിന് വേണ്ടി ഒരു ഭവനം പണിയുന്നതിന് വേണ്ടി പ്രത്യേക പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ കൂനമാവ് നിന്ന് ഉഷ അനിഷയുടെ ജോലി തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി പ്രത്യേക പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നു. ഡാനിഷ് കൂനമാവ് സാമ്പത്തിക ഞെരുക്കം മാറിക്കിട്ടുന്നതിന് വേണ്ടി പ്രത്യേക പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നു. ജോസഫ് മൂലംകുഴി കാലുവേദന സുഖമാക്കപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നു. അതുപോലെ ഷീല പള്ളുരുത്തി കുടുംബ സമാധാനത്തിന് വേണ്ടിയും കടബാധ്യത മാറുന്നതിന് വേണ്ടിയും പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നു. റീന ബീച്ച് റോഡ് ഭർത്താവ് പ്രമോദിന് വേണ്ടി പ്രത്യേക പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നു. സീന ചന്ദ്രൂർ വിദേശത്ത് ജോലി തടസ്സങ്ങൾ മാറുവാൻ വേണ്ടി പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നു. മോളി കരുവേലിപ്പടി രാജൻ എന്ന സഹോദരന്റെ ഓപ്പറേഷൻ വിജയകരമായി നടക്കുവാനും പൂർണ്ണ സൗഖ്യം ലഭിക്കുന്നതിന് വേണ്ടി പ്രത്യേക പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. ബിന്ദു ചെറിയ കടവ് വീട് പണി പൂർത്തിയാകുവാനും കടബാധ്യത മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റോസിലിയുടെ എടയാറിൽ നിന്ന് കുടുംബത്തിന് വേണ്ടി പ്രത്യേക പ്രാർത്ഥന ചോദിക്കുന്നു. ജെയിൻ കണ്ണമാലി മകൾ ആനിമയുടെ വിവാഹ തടസ്സം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നു. ജോർജ് ഏലൂറിന്റെ അസുഖങ്ങൾ മാറുവാനും ഭാര്യ മോളിയുടെ ക്യാൻസർ രോഗം സുഖമാക്കപ്പെടുന്നതിന് വേണ്ടിയും പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നു. വിൻസെന്റ് കച്ചേരിപ്പടി ആക്സിഡന്റിൽ പരിക്ക് മാറുന്നതിനും സൗഖ്യമാകുന്നതിനും വേണ്ടി പ്രത്യേക പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നു. റീനു ബീച്ച് റോഡിൽ ഗൾഫിലെ ജോലി തടസ്സങ്ങളൊക്കെ മാറുവാൻ വേണ്ടി പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നു. ആനി മാലിപ്പുറം വീട് ലഭിക്കുന്നതിനും കടബാധ്യത മാറുന്നതിനും വേണ്ടി പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നു. ടിനു തോപ്പുംപടി ഭർത്താവിന്റെ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട ജോലിയിൽ ഉയർച്ച ഉണ്ടാകുവാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നു. സിജി വിവാഹം കഴിഞ്ഞ് 3.5 വർഷമായി കുട്ടികളില്ല, സന്താന ഭാഗ്യം ലഭിക്കുന്നതിന് വേണ്ടി പ്രത്യേക പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നു. ലീല പള്ളുരുത്തി മകൻ ആന്റണി ജെയിന് വേണ്ടി പ്രത്യേക പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നു. ഈ വിഷയങ്ങളൊക്കെ നമുക്കൊരുമിച്ച് നമ്മുടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അനേകരുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ, അനേകർ നമ്മോട് പ്രാർത്ഥനയ്ക്കായി ആവശ്യപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ എല്ലാം നമുക്ക് നമ്മുടെ തമ്പുരാന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമുക്ക് ഒരുമിച്ചെന്ന് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും കാണുന്നു, എല്ലാവരെയും അറിയുന്നു, എല്ലാവരുടെ പ്രശ്നങ്ങളും മനസ്സിലാക്കുന്നു. ദൈവത്തിന് ഇടപെടാൻ ഈ നിമിഷം, ഈ ഒരു സെക്കൻഡ് മതി ദൈവത്തിന് ഇടപെടാൻ. നിങ്ങളുടെ രോഗങ്ങൾ എന്തു തന്നെയായാലും, പ്രശ്നങ്ങൾ എന്തു തന്നെയായാലും, ആവശ്യങ്ങൾ എന്തു തന്നെയായാലും എല്ലാം അറിയുന്ന ദൈവം ഈ നിമിഷം നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ആവശ്യങ്ങളിൽ, നിങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുക തന്നെ ചെയ്യും. നാം ഇന്ന് കേട്ടതുപോലെ തന്നെ ശിഷ്യന്മാരെ അലറി നിലവിളിക്കുമ്പോൾ, ഭയന്ന് നിലവിളിക്കുമ്പോൾ യേശു എഴുന്നേറ്റ് കാറ്റിനെ ശാന്തമാക്കി, കാറ്റിനെ ശാസിച്ച് കടലിനെ ശാന്തത ഉണ്ടാക്കിയതുപോലെ നമ്മുടെ ജീവിതത്തിലേക്കും ദൈവം ഇന്നിട്ട് നോക്കുന്നു. നിങ്ങളുടെ ഈ പ്രാർത്ഥനാ നിയോഗങ്ങൾ, ഈ പ്രാർത്ഥനാ വിഷയങ്ങളിലേക്ക് കർത്താവ് നോക്കുമ്പോൾ, നാം ഒരു നിലവിളി പോലെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ നിമിഷം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും, നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇടപെടും. ദൈവം വലിയൊരു സാക്ഷ്യമേകി, വലിയൊരു അഭിഷേകമേകി എല്ലാവരെയും സുഖപ്പെടുത്തി എല്ലാവരുടെയും ആവശ്യങ്ങൾ നടത്തി തന്ന് വഴി നടത്തുമെന്നുള്ള വ്യക്തമായ ബോധ്യത്തോടെ നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. നാം ഇന്നിവിടെ സമർപ്പിച്ച എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും പരിശുദ്ധ മാതാവിന്റെ വിമലഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അമ്മയുടെ ഇടപെടലും മാധ്യസ്ഥവും ഈ വിഷയങ്ങളുടെ മേലെന്നും ഉണ്ടാകുന്നതിനു വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ട ദൈവ പൈതലെ, ആത്മീയ വസന്തത്തിലൂടെയും റേഡിയോ മരിയയിലൂടെയും അനേകം മക്കളുടെ ഹൃദയങ്ങളെ ദൈവപിതാവ് സ്പർശിച്ചുകൊണ്ടിരിക്കുന്നു. അനേകരെ രോഗങ്ങളിൽ നിന്നും തകർച്ചകളിൽ നിന്നും മോചിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ആത്മീയ ശുശ്രൂഷ തുടർന്നുകൊണ്ടു പോകുവാൻ സുമനസ്സുകളായ നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ആവശ്യമാണ്. നിങ്ങൾക്ക് ദൈവം നൽകിയ സമയത്തിന്റെയും സമ്പത്തിന്റെയും ഒരു ചെറിയ പങ്ക്, അതെത്ര ചെറുതായാലും ഈ ആത്മീയ ശുശ്രൂഷയ്ക്കു വേണ്ടി സമർപ്പിക്കുവാൻ തയ്യാറാണെങ്കിൽ 99 4
778025 എന്ന നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. നമ്പർ ഒരിക്കൽ കൂടെ 9947780025. റേഡിയോ മരിയ പ്രവർത്തിക്കുന്നത് അരൂർ സെയിന്റ് അഗസ്റ്റിൻസ് പള്ളിയുടെ മുൻവശത്തുള്ള ആനിമേഷൻ സെന്ററിലാണ്. റേഡിയോ മരിയയിലേക്ക് എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ പ്രാർത്ഥനയ്ക്കും കൗൺസിലിംഗിനുമായി കടന്നുവരാവുന്നതാണ്. നിങ്ങൾ ഇപ്പോൾ കാണുകയും ശ്രവിക്കുകയും ചെയ്യുന്നത് പരിശുദ്ധ അമ്മയുടെ സ്വന്തം ആത്മീയ വസന്തം റേഡിയോ മരിയ. ആത്മീയ വസന്തം റേഡിയോ മരിയ ആനിമേഷൻ സെന്റർ